നമസ്കാരം എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് റിലേഷൻഷിപ്പ് റീഡിംഗ് നോക്കാം. യു വേഴ്സസ് തേർഡ് പാർട്ടി നോക്കാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സണിന് നിങ്ങളോടും തേർഡ് പാർട്ടിയോടും ഉള്ള ഫീലിങ്സ് ഇപ്പോൾ എന്താണ് എന്നുള്ളത് നോക്കാം. ഓക്കെ, നിങ്ങളോട് എന്താ ഫീൽ ചെയ്യുന്നത്, എന്തായിരിക്കും നെക്സ്റ്റ് ആക്ഷൻ, ആ രീതിക്ക് ഫീലിങ്സ്, ഇന്റൻഷൻ, ആക്ഷൻ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ നോക്കാം. അവരെന്താ ഫീൽ ചെയ്യുന്നത്, എന്താണ് അവർക്ക് ഇന്റൻഷൻ എന്ന് പറയുമ്പോൾ അവർ ആഗ്രഹിക്കുന്നത് എന്താണ്, നിങ്ങളോട് മുന്നോട്ട് അവരെന്താണ് ആഗ്രഹിക്കുന്നത്, അവരെന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ. ആൻഡ് നെക്സ്റ്റ് ആക്ഷൻ എന്തെങ്കിലും ഉണ്ടാവുമോ എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. സോ ആക്ച്വലി ഇന്നൊരു ലേശം മാറ്റം ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത് മാറ്റിയിട്ട് ലേശം ഒരു മാറ്റം. ഓക്കെ, ഇവിടെ തേർഡ് പാർട്ടിയുടെ വയ്ക്കും, ഇവിടെ നിങ്ങളുടെ വയ്ക്കും. ഓക്കെ, ജസ്റ്റ് ഒരു ചേഞ്ച്. ഈ ഡെക്ക് തേർഡ് പാർട്ടിക്ക് യൂസ് ചെയ്യാം. ആദ്യം തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് നിങ്ങളുടെ പേഴ്സന്റെ 2 കാർഡ് എടുക്കുന്നുള്ളൂ, വേണമെങ്കിൽ ക്ലാരിഫിക്കേഷൻ പിന്നെ എടുത്തോളാം. ഓക്കെ, ഫീലിങ്സ്, ഇന്റൻഷൻ ആൻഡ് ആക്ഷൻ. ഓക്കെ, ആക്ഷൻ എന്താ ഉണ്ടാവുക അവർ തമ്മിൽ, ആൻഡ് ഒരു ഫ്യൂച്ചർ കാർഡ് കൂടെ ഉണ്ട്. ഓക്കെ, ആൻഡ് ഒരു ഫ്യൂച്ചർ കാർഡ് കൂടി വെക്കാം. ഓക്കെ, ബോട്ടം കിങ് ഓഫ് വാൻസ് ഇവിടെ ഉണ്ട്, നോക്കാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുള്ള ഫീലിങ്സ്, ഇന്റൻഷൻ, ആക്ഷൻ. നിങ്ങളോടുള്ള ഫീലിങ്സ്, നിങ്ങളോടുള്ള നെക്സ്റ്റ് എന്താണ്, ഇന്റൻഷൻ എന്താണ് അവരുടെ, നെക്സ്റ്റ് ആക്ഷൻ, ആൻഡ് ഒരു ഫ്യൂച്ചർ ഔട്ട്കം കാർഡ്. ഓക്കെ, ആൻഡ് ഇവിടെ മജീഷ്യൻ ഉണ്ട്. ഗ്രേറ്റ്, മജീഷ്യൻ ആണ്. ഇവിടെ കിങ് ഓഫ് വാൻഡ്സ് ഉണ്ട്. ഓക്കെ, ശരി, നമുക്ക് ജസ്റ്റ് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം, എന്നിട്ട് ബാക്കി ഇത് കണക്ട് ചെയ്ത് പറയാം. ഓക്കെ, ക്ലാരിഫിക്കേഷൻ വേണ്ടി വന്നാൽ ഞാൻ എടുക്കും. ഓക്കെ, നിങ്ങളുടെ തേർഡ് പാർട്ടിയോടുള്ള നിങ്ങളുടെ പേഴ്സന്റെ ഫീലിങ്സ് എന്താണ്? ആദ്യത്തത് പേജ് ഓഫ് വാൻഡ്സ് ആൻഡ് 9 ഓഫ് വാൻഡ്സ് ആണ്. ഓക്കെ, പേജ് ഓഫ് വാൻഡ്സ് എന്ന് പറയുമ്പോൾ ആക്ച്വലി നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ ഒരു എഫേർട്ട് ഇടുന്നതായിട്ട്, അല്ലെങ്കിൽ അവിടെ ഒരു പുതിയ തുടക്കം എന്ന രീതിയിൽ അങ്ങനെയൊക്കെയാണ് പറയുക. പക്ഷെ ഇവിടെ 9 ഓഫ് വാൻഡ്സ് ഇവിടെ ഇടയിൽ വന്നിട്ടുണ്ട്. സോ ഓക്കെ, ഇങ്ങനെ പറയാം, എനിക്ക് അവർ തമ്മിൽ നേരത്തെ കണക്ഷൻ ഉള്ളവർ ആണെങ്കിൽ, എനിക്ക് നേരത്തെ അറിയുന്നതാണ് തേർഡ് പാർട്ടി, പുതിയ പരിചയമല്ല എന്ന് വെക്കാം. എനിക്ക് ആദ്യമേ ഉള്ള റിലേഷൻഷിപ്സ് എന്തെങ്കിലും ആണെങ്കിൽ അവർ തമ്മിൽ ഒരു തുടക്കം വന്നു. ഓക്കെ, ഒരു തുടക്കം ഉണ്ടായി, അവർ തമ്മിൽ ആദ്യമേ അറിയുന്നവരാണെങ്കിൽ അവർ തമ്മിൽ ഒരു അടുപ്പം വന്നു, അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ വന്നിട്ടുണ്ടാവും, അടുപ്പം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ അവിടെ ഒരു ചെറിയ തടസ്സം വന്ന പോലെയാണ് ഇപ്പം എനിക്ക് പറയാനുള്ളത്. 9 ഓഫ് വാൻഡ്സ് പറയുമ്പോൾ ഇപ്പം അവിടെ ഒരു ഇടയിലൊരു വാള് പോലെ എന്ന് പറയാം. ഓക്കെ, ഒരു മതിൽ എന്ന് പറയാം, ഒരു തടസ്സം ഇപ്പം അവിടെ ഉണ്ട്. ആ റിലേഷൻഷിപ്പ് തടസ്സപ്പെട്ടു എന്നല്ല, മേ ബി അവരുടെ കമ്മ്യൂണിക്കേഷൻ്റെ തടസ്സമായിരിക്കാം, അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരു അകൽച്ച എന്ന് പറയാം, അവർ തമ്മിൽ ഒരു ബൗണ്ടറി വെച്ചിട്ടുള്ള ഒരു ബിഹേവിയർ ആണ് എന്ന് പറയാം. ഓക്കെ, അതൊരു വീൽ ഓഫ് ഫോർച്യൂണും ഉണ്ട് ഇവിടെ. സോ സമയം മാറി, അവിടെ ഒരു സമയം മാറ്റം സംഭവിച്ചു എന്ന് പറയാം നമുക്ക്. ഓക്കെ, അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അല്ല പുതിയതായിട്ട് ഇപ്പോൾ ആരെങ്കിലും പരിചയപ്പെട്ടാണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ പുതിയൊരു വ്യക്തിയെ പരിചയപ്പെട്ടു, അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ അഗെയിൻ സെയിം തിങ്, അവർ തമ്മിലൊരു തുടക്കം വന്നു, ഒരു പരിചയം വന്നു, അല്ലെങ്കിൽ ഒരു ഇതായി, പക്ഷെ അവിടെ ഒരു അകൽച്ച ഇപ്പോഴും ഉണ്ട് എന്ന് പറയാം. ഓക്കെ, അവർ തമ്മിൽ അങ്ങനെ അത്ര ക്ലോസ് ആയി എന്ന് പറയാനില്ല, അവിടെ ഒരു ചെറിയൊരു അകൽച്ചയുടെ കാര്യം ഇവിടെ കാണുന്നുണ്ട്. സോ അതൊരു സമയത്തിന്റെ ഒരു മാറ്റമാണ്. അതായത് പരിചയപ്പെട്ടപ്പോൾ ചിലപ്പോൾ അവർ വളരെ ഹാപ്പി ആയിട്ട് മേ ബി സംസാരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവാം, പക്ഷെ അവിടെ എന്തോ ഒരു
ബ്ലോക്കേജ് ഫേസ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, നിങ്ങളോടുള്ള ഫീലിംഗ് എന്താണെന്ന് നോക്കുമ്പോൾ 9 of Swords ആൻഡ് King of Pentacles ആണ്. ഓക്കെ, ഇവിടെ ഒരു കമ്മിറ്റ്മെന്റിന്റെ കാര്യത്തിന്റെ പറയാം നമുക്ക്. ഓക്കെ, കമ്മിറ്റ്മെന്റിന്റെ കാര്യം പറയാം. King of Pentacles ആണ്. സോ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ വർക്ക് പ്ലേസിൽ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നവരായിരിക്കാം, പരസ്പരം അറിയുന്നവരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ, അല്ലെങ്കിൽ നിങ്ങൾ മാരീഡ് ആയിരിക്കാം ഓൾറെഡി. ഓക്കെ, നിങ്ങൾ തമ്മിൽ മാരീഡ് ആയിരിക്കാം, നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാം എന്നും പറയാം. അല്ലെങ്കിൽ ഇവിടെ ഒരു ഫൈനാൻഷ്യൽ ഇഷ്യൂ നടക്കുന്നതായിട്ട് പറയാം. ഓക്കെ, അതിൻ്റെ ഒരു ബേർഡൻ ഫേസ് ചെയ്യുന്നതായിട്ട് പറയാം. ഓക്കെ, ഇത് ഇവിടെ 9 of Wands ഉണ്ട്, ഇവിടെ 9 of Swords ഉണ്ട്. രണ്ടും 9 ഇവിടെ ഉണ്ട്. ആൻഡ് King of Pentacles ഇവിടെ എന്താണ് ക്ലാരിഫിക്കേഷൻ ഒന്നുകൂടി നോക്കട്ടെ. ഇപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ മൈൻഡിൽ ആ ഒരു കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് സംഭവം? സ്ട്രെങ്ത്. ഓക്കെ, അല്ലെങ്കിൽ അവർ നിങ്ങൾക്കൊരു ഓഫർ തരാൻ ആലോചിക്കുന്നു എന്ന് പറയാം. ഓക്കെ, എനിക്ക് അങ്ങനെ പറയാൻ തോന്നുന്നുണ്ട്. കാരണം ഇവിടെ പേജ് ഓഫ് പെൻറ്റിക്കൽസ് കൂടി ഉണ്ടായിരുന്നു, ആൻഡ് 8 of Pentacles ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ അൺബാലൻസും ഉണ്ട്. സോ ഞാൻ വിചാരിച്ച് കറക്റ്റാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരാൻ വേണ്ടിയിട്ട് ആലോചിക്കുന്നു, അതിനെക്കുറിച്ച് ടെൻഷനാണ് എന്ന് പറയാം. ഓക്കെ, നിങ്ങളെക്കുറിച്ചുള്ള ഫീലിങ്സ്, തോട്ട്സ് ആണ് നമ്മൾ ചോദിച്ചത്. നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരാൻ, എങ്ങനെയാണ് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരാം എന്ന രീതിയിലായിരിക്കാം. ഓൾറെഡി മാരീഡ് ആണെങ്കിലും നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് ഇത് മുന്നോട്ട് സ്റ്റേബിളായിട്ട് കൊണ്ടുപോകാൻ ആലോചിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഓഫർ തന്ന് ഒരു മാരേജ് പ്രപ്പോസൽ എങ്ങനെ തരും എന്നോ എവിടെയോ ഒരു ടെൻഷൻ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ട്. ഓക്കെ, റിലേഷൻഷിപ്പ് സ്ട്രെങ്തൻ ചെയ്യാനാണ് അവർ ആലോചിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കമ്മിറ്റ്മെന്റ് തരാൻ അവർ ആലോചിക്കുന്നു. അപ്പോൾ അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ആ ഒരു ടെൻഷനാണ് ഇവിടെ കാണുന്നത്. സോ നോക്കാം നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നോക്കാം. ഓക്കെ, അവരുടെ ഇന്റൻഷൻ, തേർഡ് പാർട്ടിയോട് അവരുടെ ഇന്റൻഷൻ എന്താണ്? King of Swords ആണ് ആൻഡ് 5 of Wands ആണ്. ഓക്കെ, അവിടെ കോൺഫ്ലിക്റ്റ് ആണ്. ഓക്കെ, അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വന്നിട്ടുണ്ട്. അവർ തമ്മിൽ എന്തെങ്കിലും പുതിയതായിട്ട് തുടങ്ങിയതായാലും പഴയ ബന്ധമായാലും ശരി, എന്ത് തന്നെ ആയാലും ശരി, മുൻപേ ഉള്ള കണക്ഷൻ ആയാലും ശരി, അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ആണ് കാണുന്നത്. ഓക്കെ, അവിടെ പേഴ്സണുമായിട്ട് ഒരു അകൽച്ച, പ്രശ്നങ്ങൾ, കോൺഫ്ലിക്ട്സ് എന്ന രീതിയിൽ തന്നെയാണ് എനിക്ക് കാണുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അകൽച്ചയുടെ കാര്യം ഓൾറെഡി പറഞ്ഞു. അവർ തമ്മിൽ നല്ല ബിഗിനിങ് ആയിരുന്നിരിക്കാം, ഓക്കെ, നല്ലൊരു തുടക്കം ആയിരുന്നിരിക്കാം. പക്ഷെ സമയം മാറിയിട്ട് അവിടെ ചില അകൽച്ചകൾ, ചില ഡിസ്റ്റൻസ്, കോൺഫ്ലിക്ട്സ് വന്നിട്ടുണ്ട് എന്ന് പറയാം. ഇന്റൻഷൻ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ ഇന്റൻഷൻ ആയിട്ടൊന്നുമല്ല, വാക്ക് തർക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് കാണുന്നത്. അതായത് അവർ എന്തെങ്കിലുമൊക്കെ പറയണം, ഇങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന തരത്തിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും മിസ്അണ്ടർസ്റ്റാൻഡിങ് വരലോ അല്ലെങ്കിൽ ആ രീതിക്കൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. സോ നിങ്ങളുമായിട്ട് നോക്കട്ടെ, നിങ്ങളോടുള്ള ഇന്റൻഷൻ എന്താണ് ഇവിടെ? ഓക്കെ, 9 of Cups. തന്നെയാണ് ഞാൻ പറഞ്ഞ. നമ്മൾ പറയുന്നത് മാച്ച് ആയിട്ട് വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നെക്സ്റ്റ് കാർഡ്സ് വാലിഡേറ്റ് ചെയ്യാണ് ഞാൻ പറഞ്ഞത്. 9 of Cups ആൻഡ് 4 of Wands ആണ്. നിങ്ങളുമായിട്ടൊരു മാരേജ് ആണ് ആഗ്രഹിക്കുന്നത്, തീർച്ചയായിട്ടും. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് തന്ന് അവരുടെ വിഷാണ്, അവരൊരു ആഗ്രഹമാണ് നിങ്ങളെ മാരി ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കമ്മിറ്റ്മെന്റിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ് അവർ വറി ചെയ്യുന്നത്. അവരെങ്ങനെ നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് തരും, അല്ലെങ്കിൽ അതിനനുസരിച്ച് ഞാൻ മതിയോ, ഞാൻ അതിന് മെച്യൂരിറ്റിയോടെ നിങ്ങൾക്കൊരു ഓഫർ തരാൻ, എങ്ങനെ ഈ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കാം എന്നൊക്കെയുള്ള ചിന്ത, നിങ്ങൾക്കൊരു മാരേജ് ഓഫർ തന്ന് മേ ബി ഒരു വീട്, ഫാമിലി, ആ രീതിക്കൊക്കെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അവരുടെ ആഗ്രഹം നിങ്ങളെ മാരേജ് എന്നാണ്, ഇത് വിഷ് എന്നാണ് പറയുക, ആൻഡ് മാരേജ് ആണ്. സോ മാരേജ് ആണ്, അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി പോട്ടെ, അറ്റ്ലീസ്റ്റ് നമ്മൾ സ്റ്റേബിളായിട്ട് കമ്മിറ്റഡ് ആയിട്ട് ഞാൻ നിങ്ങളുടെ കൂടെയാണ്, വേറെ എൻ്റെ മനസ്സിലൊന്നുമില്ല, എൻ്റെ ലൈഫിലൊന്നുമില്ല, നിങ്ങളോട് കമ്മിറ്റഡ് ആണ് എന്നുള്ളൊരു പറച്ചിൽ അത് തന്നെ നമുക്ക് ധാരാളമാണ് അല്ലേ? അങ്ങനെയെങ്കിലും അറ്റ്ലീസ്റ്റ് അത് ആലോചിക്കുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, ഇവിടെ ആക്ഷൻ, നെക്സ്റ്റ് ആക്ഷൻ ഇവിടെ തേർഡ് പാർട്ടിയുടെ ടുവേർഡ്സ് എന്തെങ്കിലും എന്താണ് ആക്ഷൻ? ഓക്കെ, 5 of Cups ആൻഡ് Queen of Cups. എനിക്ക് ഒറ്റയടിക്ക് തന്നെ എനിക്ക്, കാരണം ഇത്രയും നമ്മുടെ സ്റ്റോറി നമ്മൾ പറയുന്നതുകൊണ്ട് ഒറ്റയടിക്ക് തന്നെ എനിക്ക് ക്ലിയർ ആണ്. ഇത് അവർ പിന്നിൽ ഉപേക്ഷിച്ച് വരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഈ റിലേഷൻഷിപ്പ് അവർ പിന്നിൽ ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നു എന്ന രീതിയിലാണ് അവർ പിന്നിൽ ഉപേക്ഷിച്ച് വരുന്നു എന്നാണ്. ഓക്കെ, ആൻഡ് ഇവിടെ Queen of Cupsന്റെ അടുത്തേക്ക് വരുന്നു എന്ന രീതിയിലാണ് എനിക്ക് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ അവര് ഇല്ല, അങ്ങനെ തന്നെ പറയാനുള്ളൂ. Queen of Cups പറയുമ്പോൾ നിങ്ങളെയാണ് എനിക്ക് മനസ്സിലാവുക. Queen of Cups അല്ലെങ്കിൽ King of Cups നിങ്ങൾ എടുത്തോളൂ എങ്ങനെയാണെന്ന് വെച്ചാൽ. പക്ഷെ നിങ്ങളുടെ അടുത്തേക്ക് അവരോട് സ്നേഹമുള്ള, അവരോട്, അല്ലെങ്കിൽ അവർ ഇപ്പൊ നിങ്ങളെ കുറിച്ച് ഓർക്കുന്നു എന്ന് വേണം പറയാൻ, സത്യം പറഞ്ഞു. ഓക്കെ, ഇപ്പൊ നിങ്ങളെ വിട്ട് തേർഡ് പാർട്ടിയുടെ അടുത്ത് എങ്ങാനും പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് അതിന്റെ റിഗ്രറ്റ് ഉണ്ട് എന്ന് പറയാം. ഒരു കാർഡും കൂടെ എടുത്തേക്കാം. ഓക്കെ, ഞാൻ തിരിച്ചു പിടിച്ചാണ്. ഓക്കെ, ശരി. ചോയ്സ് ആണ് ഇപ്പൊ, അവര് തീരുമാനം എടുക്കുകയാണ്. ഓക്കെ, അവര് തീരുമാനം എടുക്കുകയാണ്. തേർഡ് പാർട്ടി എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ
ഓക്കെ, അവര് ഇപ്പൊ അവരൊരു ചോയ്സ് എടുക്കുന്ന സമയമാണ്. അതായത് തേർഡ് പാർട്ടിയെ വേണോ നിങ്ങളെ വേണോ എന്നുള്ളൊരു ചോയ്സ് ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അവരുടെ മനസ്സിലെ ചോയ്സ് നിങ്ങളാണ്. ഓക്കെ, അവർക്ക് ഇപ്പൊ റിയലൈസ് ചെയ്യാണ് ദാറ്റ് അവര് നിൽക്കുന്നത് തെറ്റായ സ്ഥലത്താണ് എന്നുള്ളത് അവർ റിയലൈസ് ചെയ്യണം. അത് വിട്ടു വരാൻ അവർ തയ്യാറാവാണ്. ഓക്കെ, അവരൊരു ചോയ്സ് എടുത്ത് 4 of Wands നമുക്ക് ഇവിടെ ഓൾറെഡി വന്നു കഴിഞ്ഞു, മാരേജ് കമ്മിറ്റ്മെന്റ് എന്ന രീതിയിൽ. ഓക്കെ, അവര് ആ നിങ്ങളെ ചൂസ് ചെയ്യും എന്നാണ് ഇവിടെ. ഓക്കെ, ക്വീൻ ഓഫ് കപ്സിനെ നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യുള്ളൂ. ഓക്കെ, നിങ്ങളെ ചൂസ് ചെയ്ത് വരും എന്നാണ്. കാരണം ഇവിടെ ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് ആയിട്ടല്ല കാണുന്നത്. സോ അവിടെ ക്വീൻ ഓഫ് കപ്സ് ആവാൻ സാധ്യതയില്ല, ഉറപ്പാണ്. ആൻഡ് ഇവിടെ നിങ്ങളോടുള്ള ആക്ഷൻ, നിങ്ങളുടെ ഭാഗത്തേക്കുള്ള ആക്ഷൻ എന്തായിരിക്കും? കിങ് ഓഫ് വാൻസ് ആൻഡ് കിങ് ഓഫ് കപ്സ്. നിങ്ങളോട് അത്രയും അട്രാക്ഷൻ, പാഷൻ ഒക്കെയാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഇത് ഞാൻ ലേഡീസ് ആയതുകൊണ്ട് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ജെൻസിനെ കുറിച്ച് സംസാരിക്കുന്ന പോലെ ഞാൻ സംസാരിക്കും. ഓക്കെ, പക്ഷെ നിങ്ങൾ കേൾക്കുന്നവരെ പ്ലീസ് അതിനെ മാറ്റിയെടുക്കാൻ എനിക്ക് നിവർത്തിയില്ല. ഓക്കെ, അതും കാർഡും ഇങ്ങനെ വരുമ്പോൾ ഞാൻ എന്താ ചെയ്യാം? ഓക്കെ, അപ്പം ഓക്കെ, ഇവിടെ പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ ഓക്കെ ഒരു അട്രാക്ഷൻ, പാഷൻ എല്ലാം ഫീൽ ചെയ്യുന്നത് നിങ്ങളോടാണ് എന്നാണ് പറയുന്നത്. അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് ആഗ്രഹം, നിങ്ങളെ ചൂസ് ചെയ്യാനാണ് ആഗ്രഹം. ഓക്കെ, നിങ്ങളുമായിട്ടൊരു മാരേജ് കമ്മിറ്റ്മെന്റ് എന്ന് തന്നെയാണ്. ഓക്കെ, ഇവിടെ ആക്ച്വലി അവർ ഇതിനെ പിന്നിൽ ഉപേക്ഷിച്ച് വരാൻ നിൽക്കുന്നു എന്നാണ്. തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ തേർഡ് പാർട്ടി ഉപേക്ഷിച്ചിട്ട്, ഈവൻ ലേഡീസ് ആയാലും അവരുടെ ഈ കിങ് ഓഫ് സോർട്സ് എന്ന് പറയുമ്പോൾ അവരുടെ പാർട്ട്ണർ, അത് ഹസ്ബൻഡോ ബോയ്ഫ്രണ്ടോ എന്തോ ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ അവരെ ഉപേക്ഷിച്ച് അവർ വരാൻ തയ്യാറാവുന്നു. ബിക്കോസ് ഇപ്പോൾ അവർ മേ ബി ഈ പാർട്ട്ണറിൻ്റെ അടുത്ത് മോശമായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ വിചാരിക്കും എന്നിട്ട് ഞാൻ പിന്നിൽ ഉപേക്ഷിച്ചത് ഇത്ര നല്ലൊരു വ്യക്തിയാണല്ലോ എന്നവർ ഓർക്കും. അപ്പോഴവർ നിങ്ങളെ ചൂസ് ചെയ്ത് മുന്നോട്ട് വരും എന്നാണ് ഇവിടെ തന്നെ കാണുന്നത്. ആൻഡ് ഇവിടെ കാണുന്നതും സെയിം തിങ്, നിങ്ങളോടാണ് സ്നേഹം, അട്രാക്ഷൻ, പാഷൻ എന്നൊക്കെയാണ്. ഓക്കെ, സോ ഇവിടെ ഒരു ഫ്യൂച്ചറും കൂടി നോക്കിയേക്കാം. 7 of Pentacles ആണ്. ഓക്കെ, ഇവിടുത്തെ ഫ്യൂച്ചർ പേജ് ഓഫ് വാൻസ്. കറങ്ങിത്തിരിഞ്ഞ സ്റ്റോറി. അവിടെ തുടങ്ങിയത്, അവിടെ ഒരു അകൽച്ച വന്നു. ഓക്കെ, അവിടെ എന്തോ ഒരു തേർഡ് പാർട്ടിയിലേക്ക് പോയി, തേർഡ് പാർട്ടി എന്തോ സിറ്റുവേഷൻ ഉണ്ടായി, തുടങ്ങാൻ ശ്രമിച്ചു, എല്ലാം കറക്റ്റ് തന്നെ. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് അവർക്ക് സംഭവം പിടികിട്ടിയത്. ഓക്കെ, ഇല്ല ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരാം അല്ലേ? സോ ഫ്യൂച്ചർ, ഇവിടുത്തെ ഫ്യൂച്ചർ ആദ്യം ക്ലാരിഫൈ ചെയ്യാം. 7 of Pentacles പറയുമ്പോൾ നമ്മൾ ഓപ്ഷൻസിന്റെ കാര്യമാണ് പറയാം. ഓക്കെ, ഇവിടെ ഗ്രോത്ത് ഇല്ല എന്ന രീതിയിലാണ് പറയുക. ഇവിടെ വളർച്ചയില്ല, ഈ റിലേഷൻഷിപ്പ് ഗ്രോ ചെയ്യാൻ പോകുന്നില്ല എന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അവരാഗ്രഹം മുഴുവൻ ഇപ്പോൾ, അവരുടെ മനസ്സ് മുഴുവൻ ഇപ്പോൾ മറ്റേ ഭാഗത്തേക്കാണ്, നിങ്ങളുടെ അടുത്തേക്കാണ്. ഓക്കെ, ഒരു കാർഡ് കൂടി എടുത്തേക്കാം. കിങ് ഓഫ് വാൻസ് നിൽക്കുന്നു ഇവിടെ. കിങ് ഓഫ് വാൻസ്, 7 of Cups ഓപ്ഷനാണ്. ഇത് വെറും അവരുടെ ലൈഫിൽ വന്ന ഒരു ഓപ്ഷൻ മാത്രമാണ്. അവർ തിരിച്ചറിയുന്നുണ്ടത്. ഓക്കെ, അവർക്കൊരു അട്രാക്ഷൻ തോന്നി, ഇത് ചൂസ് ചെയ്തതാണ്. പക്ഷെ ഇപ്പം അവർക്ക് അവരുടെ തീർച്ചയായിട്ടും അത് കാര്യങ്ങൾ മനസ്സിലാവും എന്ന് തന്നെയാണ്. ഒരു ചീറ്റിംഗ് നടന്നിട്ടുണ്ട് നിങ്ങൾ. നൈറ്റ് ഓഫ് കപ്സ് ആൻഡ് ദ ടവർ. ഇല്ല, ഇത് ഇവിടെ അവർക്ക് മനസ്സിലായി ഇവിടെ ഒന്നും നടക്കാനില്ല എന്ന്. ഇവിടെ എൻഡിങ് ആണ് കാണുന്നത്, ടവർ കാർഡാണ്. സോ തേർഡ് പാർട്ടിയുടെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ തന്നെ അവിടെ ഒരു എൻഡിങ് ആണ്. ഓക്കെ, ഓൾറെഡി ഉള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും അവിടെ പ്രശ്നങ്ങളാണ് എനിക്ക് കാണുന്നത്. അവിടെ നിങ്ങളുടെ തേർഡ് പാർട്ടിയുമായിട്ട് പേഴ്സണിന് മനസ്സിലായി, അവർ പോയി, ഇപ്പോൾ തേർഡ് പാർട്ടി അടുത്ത് പോയി, അതൊക്കെ കറക്റ്റാണ്. നിങ്ങളെ ചീറ്റ് ചെയ്തു, അവരൊരു വേറെ ഓപ്ഷൻസ് നോക്കി പോയി, എല്ലാം കറക്റ്റാണ്. പക്ഷെ അവർക്ക് മനസ്സിലായി അവർ ഒരു എഫേർട്ട് ഇടാൻ പോയ സ്ഥലം തെറ്റിപ്പോയി എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. അവിടെ ടവർ കാർഡാണ് കാണുന്നത്. ഓക്കെ, ഇവിടുത്തെ ആക്ഷൻ ഒന്നുകൂടി നമുക്ക്, ഫ്യൂച്ചർ നമുക്ക് ഒന്നുകൂടി എടുത്തേക്കാം. ആക്ഷനും ഫ്യൂച്ചറിനും ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്തേക്കാം. Queen of Pentacles, Swords, Three of Wands, Wheel of Fortune. സെയിം തിങ് റിപ്പീറ്റ് വരികയാണ്. കണ്ടോ, സമയം മാറി വരും എന്ന് പറയില്ലേ നമ്മൾ? അതെ, സോൾമേറ്റിന്റെ അടുത്തേക്കാണ് വരുന്നത്. ഓ മൈ ഗാഡ്, ലോവസ്റ്റ് കാർഡ് വീണ്ടും. എല്ലാ കാർഡും റിപ്പീറ്റാണ് വന്നിരിക്കുന്നത്. ഈ ഭാഗത്ത് എന്തൊക്കെ വന്നോ അതൊക്കെ ഈ ഭാഗത്ത് റിപ്പീറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ട് ഭാഗത്തും മാറി മാറി മാറി. ഇത് വേറെ കാർഡ് കൂടി ഞാനിപ്പോൾ ശ്രദ്ധിച്ചത് 5 of Wands, എവിടെ 5 of Swords ആയിരുന്നു. ഓക്കെ, ഇവിടെ കോൺഫ്ലിക്റ്റിന്റെ കാണുന്നുണ്ട്. സോ ഇവിടെ ഇപ്പൊ നിങ്ങളുടെ അടുത്ത് അവർക്ക് മനസ്സിലായി ദാറ്റ് മേ ബി തേർഡ് പാർട്ടി അവരുടെ അടുത്ത് മണിക്ക് വേണ്ടിയിട്ടായിരിക്കും നിന്നത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളെ കാണുന്നത് ഒരു അബണ്ടന്റ് ലേഡി ആയിട്ടാണെന്ന് പറയാം. നിങ്ങൾ വളരെ ഒരു അബണ്ടന്റ് ഇൻഡിപെൻഡന്റ് ആണ് എന്നൊക്കെ പറയാം. നിങ്ങളുടെ അല്ലെങ്കിൽ എനിക്ക് തേർഡ് പാർട്ടിയാണ് ഫീൽ ചെയ്യുന്നത്. തേർഡ് പാർട്ടിയുടെ അടുത്ത് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴാണ് അവർക്ക് അവരുടെ മനസ്സിലായത് എന്നിട്ട് അവരെന്തോ തെറ്റ് ചെയ്തു എന്നുള്ളത് തിരിച്ചു വരാൻ പ്ലാൻ ചെയ്യുന്നു എന്നാണ്. സമയം മാറ്റത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, അവർ ഹെർമിറ്റ് മോഡിൽ പോയിട്ടുണ്ടാവാം, കുറച്ച് സൈലന്റ് ഒക്കെ ആയിട്ടുണ്ടാവാം. പക്ഷെ ആലോചിച്ച് അവർ തീരുമാനം എടുക്കുന്നതായിട്ടാണ്. ഏസ് ഓഫ് പെന്റിക്കിൾസ് നിങ്ങളുടെ ഭാഗത്തേക്കാണ്. ലവേഴ്സ്,
ഓക്കെ, സോ നിങ്ങളെ ചൂസ് ചെയ്യുന്നു എന്നാണ് ഇവിടെയും സെയിം കാർഡ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കൺഫർമേഷൻ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ച് ആക്ച്വലി അവിടെ ടവർ മൊമെന്റ് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. അവിടെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ, വീൽ ഓഫ് ഫോർച്യൂൺ. ഓക്കെ, ഇവിടെ സമയങ്ങൾ മാറി വരുന്നു. ഓക്കെ, സമയങ്ങൾ തീർച്ചയായിട്ടും എവിടെ സമയങ്ങൾ മാറി വരുന്നു. ഓക്കെ, സിറ്റുവേഷൻസ് മാറി വരുന്നു. നിങ്ങളെ വിട്ട് എങ്ങാനും പോയിട്ടുണ്ടെങ്കിലും, നിങ്ങളുള്ളപ്പോൾ വേറെ ആളുടെ അടുത്ത് പോയിട്ടുണ്ടെങ്കിലും, അല്ല ഓൾറെഡി എന്തെങ്കിലും എന്ത് തന്നെ ആയാലും ശരി, തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അവിടെ നിന്നായിരുന്നു ഒരു മാറ്റം വരുന്നു, നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നു എന്നാണ്. ഓക്കെ, ഫീലിങ്സ് നിങ്ങളോടാണ്. അവർക്ക് നിങ്ങളെ ആണ് നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള പാർട്ട്ണർ എന്നുള്ളതൊക്കെ അവർ തിരിച്ചറിയുന്നു എന്നാണ്. ഓക്കെ, ആൻഡ് ജസ്റ്റ് നമുക്ക് ഗൈഡൻസ് കൂടി ഒന്ന് നോക്കിയേക്കാം. ചില സമയത്ത് അങ്ങനെ കാർഡ്സ്, അതും പ്രത്യേകിച്ച് ഈ റീഡിങ്ങിൽ ഞാൻ എപ്പോഴും നോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ സംസാരിക്കുന്ന സമയത്ത് നമ്മളിവിടെ ഈ ഒരു ഭാഗത്ത് എന്ത് പറഞ്ഞു അത് മറ്റേ ഭാഗത്ത് നമ്മൾ റിപ്പീറ്റ് ആയിട്ടൊക്കെ കാണുമ്പോൾ ശരിക്കും ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും. ഓക്കെ, എങ്ങനെയാണ് ഈ ഇവിടുന്ന് എങ്ങനെയാണ് ആ കഥ അങ്ങോട്ട് പോകുന്നത് എന്നുള്ളത് ശരിക്കും മനസ്സിലാവും. ഓക്കെ, യാങ് ആണ്. തിങ്കർ, നെവർ എൻഡിങ് സ്റ്റോറി, നോ പ്ലേസ് ലൈക്ക് ഹോം, ബെസ്റ്റ് ആൻഡ് ബ്രീത്ത്. ഓക്കെ, എല്ലാവർക്കും ഓക്കെ. യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ വീൽ ഓഫ് ഫോർച്യൂണിന്റെ കാര്യം. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. സമയം നിങ്ങളുടെ ഭാഗത്താണ്, ലക്ക് നിങ്ങളുടെ ഭാഗത്താണ്, പേടിക്കുക വേണ്ട. ഓക്കെ, യാങ് എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണിനെ മനസ്സിലാവും, അവരെ ബാലൻസ് ചെയ്യാൻ നിങ്ങൾക്കേ കഴിയുമെന്ന്. ഓക്കെ, അവരെ മനസ്സിലാക്കുന്നത്, അവരെ കൂടെ നിൽക്കുന്നത്, അവരെ ശരിക്കും നമ്മൾ എന്താ പറയുക, കൗണ്ടർ പാർട്ട് എന്ന് പറയും നമ്മൾ. ഓക്കെ, ഞാൻ ഇൻ ആണെങ്കിൽ എൻ്റെ യാങ് എന്ന് പറയും. എന്ന് വെച്ചാൽ ഒരാൾ ഇമോഷണൽ പാർട്ട്ണർ ആണെങ്കിൽ മറ്റേ ആൾ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആൾ എന്ന് പറയും. നമ്മൾ പരസ്പരം ബാലൻസ് ചെയ്യുന്ന ആൾക്കാർ എന്ന് വെച്ചാൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്, സ്നേഹമുണ്ട്, എല്ലാം കൊണ്ടും നമ്മുടെ ശരിക്കും ഒരു പെർഫെക്റ്റ് പാർട്ട്ണർ എന്ന് പറഞ്ഞ് അത് നിങ്ങളാണ് എന്നുള്ളത് അവർ തിരിച്ചറിയും. ഓക്കെ, അവർ കുറേ ആലോചിക്കുന്നുണ്ട്. ഓക്കെ, കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനം എടുക്കുന്നുണ്ട്. നെവർ എൻഡിങ് സ്റ്റോറിയാണിത്. അവർക്ക് നന്നായിട്ട് മനസ്സിലാവും ദാറ്റ് ഇത് നിങ്ങൾ തമ്മിലുള്ളത് ഒരു എൻഡ് ചെയ്യുന്ന, ആക്ച്വലി നിങ്ങൾ തമ്മിലുള്ള എൻഡ് സ്റ്റോറി എൻഡ് ആയിട്ടില്ല, ഇത് വീണ്ടും തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നാണ് പറയുന്നത്. തേർഡ് പാർട്ടി അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അത് വിട്ട് അവിടുന്ന് തിരിച്ചു വരും. നോ പ്ലേസ് ലൈക്ക് ഹോം. അവർ തിരിച്ചറിയും നിങ്ങളാണ് അവരുടെ, എന്താണ് നിങ്ങൾ അവരുടെ എന്നുള്ളത് അവർ തിരിച്ചറിയും. ഓക്കെ, നിങ്ങൾ സോൾമേറ്റ് ആണ്, നിങ്ങൾ പാർട്ട്ണറാണ്, നിങ്ങൾ അവരുടെ ഒരു ശരിക്കും ഒരു കൗണ്ടർ പാർട്ടാണ് എന്നുള്ളത് അവർ തീർച്ചയായിട്ടും തിരിച്ചറിയും. പെർഫെക്റ്റ് മാച്ച് ആണ്, പെർഫെക്റ്റ് പാർട്ട്ണറാണ്, നിങ്ങളാണ് എന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞ് തിരിച്ചു വരും. ഓക്കെ, നമ്മൾ വീട് എന്ന് പറഞ്ഞാൽ എന്താണ്, നോ പ്ലേസ് ലൈക്ക് ഹോം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ വീടെത്തുമ്പോൾ നമുക്കൊരു സമാധാനം, നമ്മുടെ ഓൺ സ്ഥലം എത്തുമ്പോൾ നമുക്കൊരു സമാധാനം, പീസൊക്കെ കിട്ടില്ലേ അല്ലേ, ഒരു സന്തോഷം ഫീൽ ചെയ്യും നമ്മളുള്ളിൽ നിന്ന്. അത് അവർക്ക് മനസ്സിലാവും. ഓക്കെ, അവരെവിടെയൊക്കെ പോയി കലഞ്ഞ് തിരിഞ്ഞ് വന്നാലും അവസാനം നമ്മുടെ വീടെത്തുമ്പോഴുള്ള ഒരു സമാധാനം എന്ന് പറയില്ലേ, അത് അവിടെ നിങ്ങളുടെ അടുത്ത് എത്തുമ്പോഴേ അവർക്ക് കിട്ടുള്ളൂ. ഓക്കെ, ആൻഡ് ബ്രീത്ത് എന്ന് പറയുന്നത് നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങൾ റിലാക്സ് ആയിരിക്കാം. ഓക്കെ, കാലം തനിയെ കാണിച്ചു കൊടുത്തോളും. അവർക്ക് മനസ്സിലാക്കാനുള്ളതെല്ലാം കാലം കാണിച്ചു കൊടുത്തോളും. നിങ്ങൾ കൈയും കെട്ടി മിണ്ടാതിരുന്നാൽ മതി. നിങ്ങൾ ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്യേണ്ട. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സമാധാനമായിട്ടിരിക്കാം. ഓക്കെ, ബ്രീത്ത് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ സ്ട്രെസ് ആവാതെ ജസ്റ്റ് റിലാക്സ് ചെയ്തിരിക്കാം. ഓക്കെ, നമ്പർ 1 ഉണ്ട് ഇവിടെ, 44 ഉണ്ട്, 44 അല്ലെങ്കിൽ 8, 37, സോ 10 അല്ലെങ്കിൽ 1 അഗൈൻ, 50 അല്ലെങ്കിൽ 5, 20, 29, 11, സോ 1 ന്യൂ ബിഗിനിങ്സ്. ഓക്കെ, ന്യൂ ബിഗിനിങ്സ് ആണ് വരുന്നത്. ആൻഡ് 7 ഉണ്ട് ഇവിടെ. ഓക്കെ, സോ ഇതൊക്കെയാണ് നിങ്ങളുടെ നമ്പേഴ്സ്, ഇതൊക്കെയാണ് നിങ്ങളുടെ റീഡിങ്. തേർഡ് പാർട്ടി ഒക്കെ വെറുതെയാണ്, അപ്പോൾ വന്നും പോയിക്കൊണ്ടൊക്കെ ഇരിക്കും. നിങ്ങൾ മൈൻഡ് ചെയ്യാൻ പോകണ്ട. ഓക്കെ, നിങ്ങളതൊന്നും വെറുതെ ആലോചിച്ച് ടെൻഷൻ അടിക്കാനൊന്നും നിൽക്കണ്ട. ഹാപ്പി ആയിട്ടിരിക്കാം. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.